ഒറ്റ ദിവസം ഈ നാട്ടിലെ ഓരോ വീടുകളിലും ഈ തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കണം, നമ്മുടെ ബാധ്യത എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന ഒരുപാട് മനുഷ്യരിവിടെയുണ്ട്. ഞായറാഴ്ച ദിവസം 2600-ലധികം വീടുകൾ കേവലം 4 മണിക്കൂർ കൊണ്ട് ഈ കയ്പമംഗലത്തുള്ള സലഫികളായ മുജാഹിദുകളായ ആളുകൾ ഓരോ വീടുകളിലും 2600-ലധികം വീടുകൾ കേവലം 4 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കയറി ഇറങ്ങി. ഓരോ വീട്ടിലും നമ്മൾ അവർക്ക് ആവശ്യമായ ദീനി ഗ്രന്ഥങ്ങൾ 5 നയാ പൈസ വാങ്ങാതെ ഈ 2600-ലധികം വീടുകളിലും നമ്മൾ എത്തിച്ചു. അതാരും പ്രചരിപ്പിച്ചില്ല, ആരും പ്രചരിപ്പിക്കേണ്ടതുമില്ല, അതാരും കണ്ടിട്ടില്ല. മാത്രമല്ല നമുക്കറിയാം, ഇവിടെ മഹത്തായ ഒരു എക്സിബിഷൻ, തൗഹീദും റിസാലത്തും ആഖിറത്തും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ നമ്മൾ ഒരുക്കി വെച്ചു. പക്ഷേ നമുക്കെതിരെ കുപ്രചരണം നടത്തുന്ന ആളുകൾ ആരും അത് പ്രചരിപ്പിക്കാൻ നിന്നില്ല. വന്ന ആളുകൾ തൗഹീദ് പഠിക്കട്ടെ, സുന്നത്ത് പഠിക്കട്ടെ, അവിടെ ആളുകൾ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കണമെന്ന് ആരും ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. അങ്ങനെ 100,000 നന്മകൾ നമ്മൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇതിനകം പ്രവർത്തിച്ചു. പക്ഷേ അതാരും പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇവരാരും അതിൻ്റെ പ്രചാരകരാകാനോ നിന്നില്ല. നേരെ മറിച്ച് ചില മിനിറ്റുകളിൽ നമുക്കറിയാം അവരോട് അങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെ നമ്മൾ പറയും എന്ന് പോലും അറിയില്ല. കാരണം നമ്മൾ കണ്ടതാണ്, ഭിന്നശേഷിക്കാരാണ്. ചില ആളുകൾ അതിലെ ചില ഫോട്ടോകൾ എടുത്തിട്ട് ഇവരെങ്ങനെ ഭിന്നശേഷിക്കാരാകുന്നത് എന്ന് പോലും അതിൻ്റെ ചുവട്ടിൽ കമൻ്റ് എഴുതി മോശമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് മാന്യമായെന്ന് പറയട്ടെ, ആ വിറ്റ്നസ്, നിങ്ങൾ ആ ഫോട്ടോ ഇടുന്നൊരു സഹോദരിയുണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ട്, അവർക്ക് നിങ്ങളെക്കാളും റബ്ബിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ഉണ്ടാകും. കാര്യം അവർക്ക് റബ്ബിൻ്റെ മുന്നിൽ വിചാരണയില്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് ചോദ്യമില്ല. അത്തരം പാവങ്ങളായ നമ്മുടെ മക്കളാണ്, ആ മക്കളാണ് ആ നിന്ന് കാണിച്ചത്. അത് പ്രചരിപ്പിച്ചതിൻ്റെ ചുവട്ടിൽ വന്ന് മോശമായി കമൻ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ വിരൽ ചൂണ്ടുന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ബോധത്തിൽ ചെയ്യുന്നത് പോലും ആവില്ല. ഒരുപക്ഷെ അവരുടെ അധ്യാപകൻ പറയുന്നതോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആൾ പറയുന്നതോ അനുസരിച്ചിട്ട് ആ കുട്ടി കാണിക്കുന്നു. എന്താണ് കാണിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ ആ കുഞ്ഞിന് അറിഞ്ഞോണമെന്നില്ല. അതിൻ്റെ ചുവട്ടിൽ മോശമായി കമൻ്റ് എഴുതുന്ന മനുഷ്യരെ നിങ്ങളോട് ഞങ്ങൾ എന്തു പറയും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ ലളിതമായി ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഒരു ബാധ്യതയുണ്ട്. ഈ വന്ന മനുഷ്യരടക്കമുള്ളവർക്ക് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും സന്ദേശം കൈമാറേണ്ട ഒരു ബാധ്യതയുണ്ട്. ഞാൻ വേറെ കുറച്ച് സ്വാലിഹ്യങ്ങളായ മനുഷ്യരോട് കൂടി ചിലത് പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ നസീഹത്തോടെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ചോദിച്ചു, ആ ബാനർ മാറ്റിക്കൂടായിരുന്നോ, അതല്ലേ പ്രശ്നമായത്, ബുസ്താനുലൂമിൻ്റെ ബാനർ മാറ്റിക്കൂടായിരുന്നോ എന്ന് ചില ആളുകൾ ചോദിച്ചു. വേറെ പന്തലിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വേറെ പന്തലിൽ ആക്കിക്കൂടായിരുന്നോ എന്ന് ചില ആളുകൾ ചോദിക്കുകയാണ്. ആ സമയത്ത് ലൈവ് കട്ട് ചെയ്തുകൂടായിരുന്നോ, ആരും അറിയില്ലായിരുന്നല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ലൈവ് കട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ, ഈ ബാനർ ഇവിടുന്ന് മാറ്റിയിട്ട് ആ പരിപാടി നടത്തണം എന്ന് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്ന് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ, ഇങ്ങനൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കണ്ടേ? മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത എന്തോ നടത്താൻ നമ്മൾ തീരുമാനിക്കണ്ടേ? അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ ഒളിച്ചു നടത്തേണ്ടത്. അങ്ങനൊരു തീരുമാനമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആലോചിക്കുന്നില്ല. ആ പാവപ്പെട്ട മക്കൾ, അവർക്ക് നമ്മൾ കൂട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ബാധ്യത. അതിലും ചില നസീഹത്തുള്ള ചില ആളുകൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്നലെ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് ചോദിക്കുമായിരുന്നില്ല. അവർ ചോദിച്ചത്, ഈ കരുണാഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? വളരെ സിമ്പിളായി ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? ഈ കരുണാഭവൻ പോലെയുള്ള പദ്ധതികളൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായി നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന്. വളരെ സിമ്പിളാണ്. അതിന് മറുപടി വളരെ കൃത്യമാണ് സഹോദരങ്ങളെ. നിങ്ങൾ അപ്പുറത്തൊരു സ്ഥാപനമുണ്ട്, ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ എൻഡിൽ നിങ്ങൾ പോയി നോക്കിയാൽ കണ്ണു കാണാത്ത മനുഷ്യരെ കാണാം, കണ്ണുകാണാത്ത മനുഷ്യരെ കാണാം. അവരിവിടെ വന്നത് എക്സിബിഷൻ തുടങ്ങിയതിന് ശേഷമല്ല, അതിനു മുമ്പേ അവരിവിടെ എത്തി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദഅവത്താണ്. നമുക്ക് കണ്ണുള്ളവരാണ്, കാണാൻ നമുക്ക് കണ്ണ് കണ്ട് നടന്നു വന്നവരാണ്. നമ്മൾ ആ ഡാർക്ക് റൂമിൽ കയറിയപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് അറിഞ്ഞു നമ്മുടെ കണ്ണ് കാണാതെ പോകുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ കണ്ണു കാണാത്ത മനുഷ്യർ അവിടെ ഇരുന്ന് ദഅവത്ത് നടത്തുകയാണ്. എങ്ങനെ അവർ ദഅവത്ത് നടത്തുക എന്ന രൂപത്തിലേക്ക് ഉയർന്നതെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ്റെ കീഴിൽ
റിവാർഡ് എന്ന് പറയുന്നൊരു സംവിധാനം രൂപപ്പെടുത്തി. വ്യത്യസ്തരായ ആളുകൾ, ഇത്തരം ആളുകൾ ഒരുമിച്ച് കൂട്ടി അങ്ങനെ പ്രവർത്തിച്ച് അവരിന്ന് ദീനി ദഅവത്ത് നടത്തുന്ന മനുഷ്യരായി മാറി. ഇന്ന് കണ്ണു കാണാത്ത ആളുകൾക്കിടയിൽ നമുക്കറിയാം, ചെവി കേൾക്കാത്ത ഒരാളോട് എങ്ങനെ പ്രസംഗിച്ചു കൊടുക്കും നമ്മൾ? ഒരാൾക്ക് ചെവി കേൾക്കുന്നില്ല, അയാൾക്ക് എങ്ങനെ തൗഹീദ് പറഞ്ഞു കൊടുക്കും നമ്മൾ? അപ്പോൾ ആ ഭാഷ അറിയുന്നവരുണ്ടാകണം, അവിടെ ദഅവത്ത് നടത്തുന്ന ആളുകളുണ്ടാകണം. ഈ രൂപത്തിൽ കണ്ണു കാണാത്ത മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും കാത് കേൾക്കാത്ത മനുഷ്യർക്കും ഒക്കെ ദഅവത്ത് എത്തിച്ചു കൊടുക്കുന്ന റിവാർഡ് എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടത് ഇത്തിഹാദ് ശുബ്ബാൽ മുജാഹിദീൻ രൂപപ്പെടുത്തി എങ്ങനെ അറിയോ? ഇത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ദഅവത്ത് നടത്തി, അവരുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു. അങ്ങനെ വന്ന മാറ്റമാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്കും ദഅവത്ത് എത്തിക്കേണ്ട. നേരെ മറിച്ച് നമ്മൾ ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആളുകൾക്ക് ദഅവത്ത് പ്രസംഗം വരിക, കേൾക്കുക, പോവുക, പഠിക്കുക, ക്ലാസ്സിൽ ചെല്ലുക, അവർക്ക് മാത്രമാണ് ദഅവത്ത്. തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് ഇവിടെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും അതുപോലെ സാമൂഹികമായും ബുദ്ധിപരമായും അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ മനസ്സിലാക്കിയതുപോലെ ഖുർആനിൽ 16 ആയത്തുകൾ അബസ വതവല്ല അൻജഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക എന്ന് തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി അബസ, അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല, തിരിഞ്ഞു കളഞ്ഞു, അൻജഅഹുൽ അഅമ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ അന്ധൻ വന്നപ്പോൾ. എന്നാൽ അദ്ദേഹം തിരിഞ്ഞിരിക്കുന്ന ആളുകൾ നാട്ടുപ്രമാണിമാരുടെ നേരെയും നാട്ടുമൂപ്പന്മാരുടെ നേരെയുമാണല്ലോ അദ്ദേഹം തിരിഞ്ഞിരുന്ന് വലിയ ദഅവത്ത് നടത്തുന്നത്. അവർ നന്നായില്ലെങ്കിൽ നിനക്കെന്താണ് പ്രവാചകരെ, അവർ നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെന്താണ് പ്രവാചകരെ എന്ന് അല്ലാഹു റസൂലുള്ളാഹിയോട് ചോദിച്ച സംഭവം നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് കണ്ണ് കാണാത്ത ആളുകൾ, ആ നാട്ടുമൂപ്പന്മാരവിടെ ഇരുന്നപ്പോൾ അള്ളാഹു കണ്ണ് കാണാത്ത ആളെ കുറിച്ചാ പറഞ്ഞത്, വഹുവ യഖ്ശാ, താങ്കളുടെ മുന്നിലിരിക്കുന്നവരെക്കാളും അള്ളാനെ പേടിക്കുന്ന ആള് കണ്ണ് കാണാത്ത ആളാകട്ടോ. കണ്ണ് കാണുന്നവനെക്കാളും അള്ളാനെ പേടിച്ചു വന്നത് കണ്ണ് കാണാത്ത ആളാണ് കേട്ടോ എന്ന് പഠിപ്പിച്ച ഖുർആനിൻ്റെ അനുയായികൾ. നമ്മൾ ചോദിക്കരുത് ഒരിക്കലും. അത് ഒരു പക്ഷേ അമുസ്ലിങ്ങൾ ഉണ്ടാകാം, പല വിശ്വാസക്കാരുണ്ട്, പല നിലപാടുള്ള ആളുകളുണ്ട്. നമുക്കതൊന്നും പ്രശ്നമല്ല. അവരെ പരിചരിക്കുന്നതിൽ, അവർക്ക് അന്നം വാരി കൊടുക്കുന്നതിൽ, അവർ വിസർജിച്ചത് കൈകൊണ്ട് കഴുകി കൊടുക്കുന്നതിൽ. നമുക്കറിയാം, കരുണാഭവൻ്റെ സ്കൂളിൽ വന്ന ആളുകൾക്കറിയാം, പലപ്പോഴും ക്ലാസ്സിലിരുന്ന് അവർ വോമിറ്റ് ചെയ്യും, ഛർദിക്കും. കാരണം വെച്ചാൽ അവർക്ക് നമ്മുടെ ദഹന പ്രക്രിയയല്ല, നമ്മുടെ ഭക്ഷണക്രമമല്ല. അവർ ക്ലാസ്സിലിരുന്ന് ഛർദിച്ചാൽ അവരുടെ ഛർദിൽ നമ്മൾ തന്നെ കോരി മാറ്റിക്കൊടുക്കും. നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ല, ഒരു ബേജാറുമില്ല. അതവൻ്റെ മതം നോക്കി ചെയ്യുന്ന ഏർപ്പാടല്ല, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നോക്കി ചെയ്യുന്ന ഏർപ്പാടല്ല. ഒരു പക്ഷേ ആ ഛർദിച്ചവൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ വിസർജിച്ചവൻ പൊട്ടും തൊട്ടിരിക്കുന്ന അമുസ്ലിമായിരിക്കും. പക്ഷേ അവനെ സഹായിക്കാൻ നമുക്ക് മടിയില്ല കേട്ടോ. അവിടെ ഒരു തരത്തിലും നമ്മൾ ഒരു വിഷമവും കാണേണ്ടതില്ല. അതുകൊണ്ട് കരുണാഭവൻ പോലെയുള്ള ഇത്തരം പദ്ധതികൾ നിങ്ങൾ മാറ്റിവെച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമുക്കൊരു കേടും സംഭവിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കാം ചോദിക്കുന്നത്. അവരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ബാധ്യതയാണ്, അതെല്ലാവരോടും നമ്മൾ നിർവഹിക്കും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സമ്മേളനം പോലും, ഈ സമ്മേളനം 8 ദിവസം പ്രഖ്യാപിച്ചപ്പോൾ പോലും ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ഇത് കരുണാഭവന് വേണ്ടിയുള്ള സമ്മേളനമാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റും ആ ദിവസം ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ചു. ഇവിടെ കരുണാഭവൻ എന്നുള്ളത് ഇപ്പോൾ താൽക്കാലികമായ ഒരു സംവിധാനത്തിൽ മാത്രം നടന്നു പോകുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം വിപുലമായൊരു ക്യാമ്പസ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ രാവിലെ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ടത്, തെറാപ്പി സേവനം അവർക്ക് വേണ്ടത്, സ്പെഷ്യൽ സ്കൂൾ അവർക്ക് വേണ്ടത്. 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, കരുണാഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 4ാമത്തെ വയസ്സിൽ വന്ന് ചേർന്നിട്ട് 18ാമത്തെ വയസ്സായാലും ആ കുട്ടിയെ പറഞ്ഞു വിടാൻ പറ്റില്ല. 18 വയസ്സുള്ള വലിയ പ്രായമുള്ള ആൾ ക്ലാസ്സിൽ കുട്ടിയായി വന്നിരിക്കും. കാര്യം അവരുടെ ശരീരമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് വളർന്നിട്ടില്ല. ഇതുപോലെ അനവധി കുട്ടികളുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതറിയാം. അവർക്ക് വേണ്ട ഈ 18 വയസ്സ് കഴിഞ്ഞാലും അവരുടേതായൊരു തൊഴിലിടം, ഒരു വരുമാനം വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ പരിശീലനം, അതിനുവേണ്ട ഒരു സംവിധാനം മാത്രമല്ല, സ്പെഷ്യൽ സ്കൂൾ, ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, വെക്കേഷണൽ റിഹാബിലിറ്റേഷൻ സെൻറ്റർ, റെസിഡൻഷ്യൽ സെൻറ്റർ, ഡയാലിസിസ് സെൻറ്റർ, ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് തുടങ്ങി ഏതാണ്ട് 14ഓളം പ്രൊജക്റ്റുകൾ ഇൻഷാ അല്ലാഹ് കരുണയുടെ ഭാഗമായി ഈ തരത്തിലുള്ള മക്കൾക്ക് വേണ്ടി നമ്മുടെ ക്യാമ്പസിൽ അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ ഈ 3 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഒരുക്കിയിരിക്കും. അത് ആരെതിർത്താലും ശരി, ആര് തള്ളിപ്പറഞ്ഞാലും ശരി, 14ഓളം വരുന്ന സംവിധാനങ്ങൾ
ഈ മക്കൾക്ക് വേണ്ടി അന്ന് നമ്മുടെ മക്കളെക്കാൾ നമ്മൾ സ്നേഹത്തോടെ അവരെ പരിചരിക്കും. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവരെ തൊട്ടനുഭവിച്ചവരാണ്. ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ട് ഇന്നലെ കരഞ്ഞ ആളുകൾ, ആ മക്കളെ കണ്ട് കരഞ്ഞ ആളുകൾ. കാരണം അവർ അത്രത്തോളം സെൻസിറ്റീവാണ്. IMB-യുടെ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇന്നലെ അവർ സജീവമായിരുന്നു ഇവിടെ. അഥവാ ഈ മക്കൾ കഴിച്ച് താഴെ വീഴുന്ന എച്ചിൽ പെറുക്കാൻ വന്നവരാണ് IMB-യുടെ മക്കൾ. അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർ കഴിച്ച് താഴെ വീഴുന്ന എച്ചിൽ വാരാൻ വന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വൃത്തിയാക്കാൻ വന്ന മക്കളെ കണ്ടിട്ടുണ്ടാവും. അവർ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ സ്വീകരിച്ചൊരു ശൈലി അതുപോലും തെറ്റിദ്ധരിച്ച് കരഞ്ഞൊരു ഉമ്മയെ നമ്മളിവിടെ കണ്ടു ഇന്നലെ. മനസ്സിലാക്കണം, ഒരു ഉമ്മയെ നമ്മൾ കണ്ട്. കാര്യം അത്രത്തോളം സെൻസിറ്റീവാണ്. ഇങ്ങനെ ഒരു കുഞ്ഞുള്ള വീട്ടിലെ വാപ്പയും ഉമ്മയും അവർ അനുഭവിക്കുന്ന മനോദുഃഖം എത്രയാണ് എന്ന് പോലും തിരിച്ചറിയാത്ത മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ നസീഹത്തോടെ ഇന്നലെ എന്താണ് ബുസ്താനിൽ നടന്നത് എന്ന് കാര്യമന്വേഷിച്ച മനുഷ്യരുണ്ട്. അള്ളാഹുവരെ അനുഗ്രഹിക്കട്ടെ. കാര്യം അവരെന്താ നടന്നത് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം തേടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്നല്ലോ. അതുകൊണ്ട് നസീഹത്തോടെ കാര്യമന്വേഷിച്ചവർക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. എന്നാൽ ബുസ്താനിൻ്റെ ഒരു ബാനറും കിട്ടി, അനസ് മൗലവിയുടെ പേരും കിട്ടി, കൂടെ വെക്കാനൊരു പടവും കിട്ടി. അങ്ങനെ സന്തോഷിച്ച മനുഷ്യരുണ്ട്, സന്തോഷിച്ച ആളുകളുണ്ട്. നിങ്ങൾ അതിൽ സന്തോഷിച്ചു കൊള്ളുക. ആ മക്കളുടെ ചിത്രം മാറ്റി എൻ്റെ പടമോ അല്ലെങ്കിൽ വേറൊരു പടമോ വെച്ച് നിങ്ങൾ ആഘോഷിച്ചു കൊള്ളുക. അതിൽ ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് അത് ആഘോഷിക്കാനും അതുപോലെ തന്നെ അതിനെ ആക്ഷേപിക്കാനും ഇറങ്ങിയ ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, അവർക്ക് സർവ്വവിധ മംഗളാശംസകളും നമ്മൾ നേരുകയാണ്. ഒരു വിഷയമില്ല. പക്ഷേ ഒരു ദ്രോഹം കൂടി ചെയ്തത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊന്നും അന്വേഷിക്കാതെ നമുക്കറിയാം, നാളത്തെ ഹദീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന അബ്ദുൽ വക്കീൽ മദനി നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അബ്ദുൽ വക്കീൽ മദനി ഹറമിൽ വെച്ചുകൊണ്ട്, പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഞാൻ പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾ കേരളത്തിൽ വരണം, കേരളത്തിൽ വരണം. കാരണം കഴിഞ്ഞ ഹജ്ജിൻ്റെ വേളയിൽ സൗദി ഗവൺമെൻറ് അതിഥിയായി പോയ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, അബ്ദുൽ വക്കീൽ മദനിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുല്ലിയ ഹദീസിൻ്റെ നേതാവാണ്, ബഹുമാന്യനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ ഈ നാട്ടിൽ കൊണ്ടുവരണം, നമ്മുടെ ക്യാമ്പസിൽ കൊണ്ടുവരണമെന്നത് ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹം ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. ആ ഹദീസ് പണ്ഡിതൻ്റെ നിരവധി ശിഷ്യന്മാർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വരണം, ഹദീസ് സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾ ചെയ്തത് ബുസ്താനുൽ ഉലൂമിലെ ക്യാമ്പസിൽ നിന്ന് എടുത്ത ചില പടങ്ങൾ അബ്ദുൽ വക്കീൽ മദനിക്ക് അയച്ചു കൊടുത്തിട്ട്, ഇതാ നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്മളുമായി ബന്ധപ്പെട്ടു, നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരാൾ മറ്റൊരു നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുന്ന ഒരാൾ അദ്ദേഹത്തെ മുടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഏർപ്പാടാണ് സഹോദരങ്ങളെ. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളോട് പറയാൻ ഒരേ ഒരു വാചകമേയുള്ളൂ, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അതിനപ്പുറം ഒരു വാചകവും അവരോട് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളുടെ ഈ ബുസ്താനുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ്, ഞങ്ങളുടെ രഹസ്യവും പരസ്യവും, ഞങ്ങളുടെ മീറ്റിങ്ങും ഞങ്ങളുടെ കൂടിയാലോചനകളും, ഞങ്ങൾ പരസ്യമായി പറഞ്ഞതും ഞങ്ങൾ രഹസ്യമായി പറഞ്ഞതും ഞങ്ങൾ ഇടപെട്ടതും, നുഫവ്വിളു ഉമൂറനാ ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇടനെഞ്ചിൽ തുടിക്കുന്ന ശബ്ദം പോലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം പോലും അറിയുന്ന റബ്ബുൽ ആലമീനിലേക്ക് ഈ കാര്യം ഞങ്ങൾ വിടുകയാണ്. ആഖിറത്തിൽ നമുക്ക് കാണാം, പരലോകത്ത് നമുക്ക് കാണാം, പടച്ചവന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാം എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ നിമിഷവും, ഇത് തുടങ്ങിയതു മുതൽ ഓരോ ദിവസവും ഇവിടെ ഓടിക്കൂടുന്ന സഹോദരങ്ങളുണ്ട്. ഈ നാട്ടിൽ നിന്ന് പല വിധത്തിലുള്ള ആളുകൾ ഇവിടെ ഓടിക്കൂടുന്നുണ്ട്, സജീവമാണ്. നമ്മുടെ എക്സിബിഷൻ സെൻറ്ററിൽ നിറയെ ആളുകളുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സദസ്സിൽ ആളുകൾ ഓരോ സമയവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെയും ഈ സ്ഥാപനത്തെയും ഈ നാട്ടിലുള്ള മനുഷ്യരെയും അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിമർശിക്കുന്നവരുണ്ടാകാം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.